ഇന്നത്തെ ഈസി സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഉള്ളി, കുറച്ച് ഗാർലിക്ക്, ചില്ലീസ്, പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, കുറച്ച് സോസസ് എല്ലാം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഓയിലിൽ ഈ നമ്മളുടെ ഗാർലിക്കും ചില്ലിയും ഒന്ന് ഫ്രൈ ചെയ്യുക. പിന്നെ കുറച്ച് അതൊന്ന് ഇതായി കഴിഞ്ഞാൽ സ്മെല്ല് വരാൻ തുടങ്ങുമ്പം കുറച്ച് നമ്മളുടെ ഒനിയൻ ഇട്ട് കൊടുക്കുക. ഒനിയൻ എല്ലാം കൂടി നമ്മൾ എന്താ പറയുക, എല്ലാ ലെയറും വേറെ വേറെ ആവുന്ന പോലെ ആക്കണം. എന്നാലും നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. കുറച്ച് ഒനിയനിൻ്റെ അടുത്ത് വീട് പോയി അത് ക്ലീൻ ചെയ്യണം. അപ്പം നമ്മളിതിങ്ങനെ കുത്തി എല്ലാം കൂടി സെപ്പറേറ്റ് ആയിട്ട് പീസാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിടുക, കുറച്ച് റെഡ് ചില്ലി ഇടുക. പിന്നെ നമ്മൾ സോസസൊക്കെ മിക്സ് ചെയ്യുക. ലൈക്ക് നിങ്ങളുടെ ടേസ്റ്റ് പോലെ എത്ര എരിവ് വേണം, എത്ര ടൊമാറ്റോൻ്റെ ടാങ്കിനെസ് വേണം എന്നൊക്കെ അതുപോലെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പതച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രൈഡ് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതൊന്നും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഒന്ന് വേറെ ഒരു ഭംഗിക്ക്, അതിന് ടേസ്റ്റ് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഭംഗിക്ക് ഒത്തിരി ഗ്രീൻ കളർ ഉണ്ടാകും. കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുക. ചൂടോടെ സെർവ് ചെയ്യുക. തണുത്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. ചൂടോടെ ഓരോരോ പ്ലേറ്റിലെടുത്തിട്ട് ഒത്തിരി കോഫിയോ ഒത്തിരി ടീയോ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇത് ഞാൻ പണ്ട് മണിപ്പാലിൽ നിന്ന് ട്രൈ ചെയ്തൊരു റെസിപ്പിയാണ്.